السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരാൾ മരണപ്പെട്ടാൽ എങ്ങനെയാണ് അയാളെ കൃത്യമായി പരിപാലിക്കുക? മയ്യത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വന്നത്. മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ശേഷം മയ്യത്തിൻ്റെ പരിപാലന ക്രമത്തിൽ ആദ്യം വരുന്ന മയ്യത്തിനെ കുളിപ്പിക്കുക എന്ന മഹത്തരമായ ഇബാദത്തിനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയ്യത്ത് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്നതിൻ്റെ വിശദീകരണമാണ് ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അതിനുശേഷം സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് സിഫത്തുൽ കഫൻ വത്തക്ഫീനു സഹീഹ, എങ്ങനെയാണ് മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം അതിനേറ്റവും നല്ല രൂപത്തിൽ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് ധരിപ്പിക്കുന്ന കഫനിൻ്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെയുള്ള കഫൻ പുടവയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ കഫൻ ചെയ്യുന്നതിൻ്റെ ശരിയായ രൂപം, ഈ രണ്ട് കാര്യങ്ങളാണ് മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പണ്ഡിതന്മാരത് വളരെ കൃത്യമായിട്ട് തന്നെ ക്രമത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, യുസ്തഹബ്ബു ബയാദുൽ കഫൻ, നമ്മൾ കഫൻ പുടവ അത് സ്വീകരിക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ടത് വെളുത്തതാണ്, വെള്ളയാണ് ഏറ്റവും മുസ്തഹബായിട്ടുള്ള കാര്യം. 4 മദ്ഹബുകളിലും ഇജ്മാ ഉള്ള ഏകാഭിപ്രായമുള്ള വിഷയമാണത്. അൽ ഹാഫിദുൻ നവവി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ട് എന്നുള്ളത് സഹീഹുൽ മുസ്ലിമിന് അദ്ദേഹത്തിന് ഉള്ള ഷറഹിൽ അദ്ദേഹം അത് പറഞ്ഞത് കാണാൻ സാധിക്കും. 4 മദ്ഹബിലും ഇത് ഏകാഭിപ്രായമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റുകൾ മനസ്സിലാക്കാം. വെള്ള വസ്ത്രം മുസ്തഹബാണ് എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ്, ആ വെള്ള തന്നെ നമ്മളെപ്പോഴും അത് സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യം, വെള്ള വസ്ത്രം ധരിപ്പിക്കുക എന്നുള്ളത് വാജിബല്ല എന്ന് നമ്മൾ മനസ്സിലാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് വെള്ള വസ്ത്രം ലഭിച്ചില്ല എന്ന് കരുതുക. കഫൻ പുടവ പൊതുവേ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വെള്ള വസ്ത്രം ഒരാൾക്ക് ലഭിച്ചില്ല എന്ന് കരുതുക. അയാൾക്ക് അതല്ലാത്ത മറ്റ് നിറങ്ങളിൽ മയ്യത്തിനെ കഫൻ ചെയ്യാവുന്നതാണ്, അനുവദനീയമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ വിഷയം. എന്താണ് ഈ വിഷയത്തിനുള്ള തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അവർ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന ഫീ സലാസത്തി അസ്വാബിൻ യമാനിയത്തിൻ ബീളിൻ സഹൂലിയത്തിൻ മിൻ കുർസുഫിൻ ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാം. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 തുണിയിലാണ് കഫൻ ചെയ്തത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. കുഫിന ഫീ സലാസത്തി അസ്വാബ്, 3 തുണിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ തുണിയുടെ വിശേഷണമാണ് പിന്നീട് പറഞ്ഞത് യമാനിയത്തിൻ ബീളിൻ സഹൂലിയത്തിൻ മിൻ കുർസുഫ്. യമനിൽ നിന്നുള്ള വെളുത്ത പരുത്തി കൊണ്ടുള്ള അഥവാ കോട്ടൺ വസ്ത്രമാണ്, കോട്ടൺ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഫൻ പുടവയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെളുത്തതാണ് എന്നുള്ളതിന് തെളിവുണ്ട്. അതേപോലെ തന്നെ 3 എണ്ണം ഉണ്ട് എന്നുള്ളതിനും അതിന് തെളിവുണ്ട്. അത് യമനിൽ നിന്നും നെയ്തെടുത്തിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു വസ്ത്രമാണ് എന്നും അതിന് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നത് ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാമ, അതിൽ ഖമീസോ പൊതുവെ തലയിലിടാറുള്ള ഇമാമയോ ഒന്നും തന്നെ, അഥവാ തലയിൽ കെട്ടുന്ന ആ കെട്ടിനാണ് ഇമാമ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊതുവെ വേഷമായി ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഖമീസോ, പൊതുവെ അവിടെ ധരിച്ചിരുന്ന ഖമീസോ തലയിൽ കെട്ടുന്ന ഇമാമയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. 3 വെള്ള വസ്ത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, അത് വെള്ളയായിരിക്കുക, അത് മുസ്തഹബാണ് എന്നാണ്. രണ്ടാമത്തെ പണ്ഡിതന്മാർ പറയുന്നു, യുസ്തഹബ്ബു അൻ യകൂനൽ കഫനു സലാസതു അസ്വാബ്, കഫൻ പുടവ 3 എണ്ണമായിരിക്കുക എന്നുള്ളത് മുസ്തഹബാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ഈ വിഷയം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? കഫൻ പുടവ 3 എണ്ണം ധരിപ്പിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എണ്ണം തന്നെ
ധരിപ്പിക്കാൻ 3 കഫൻ പുടവ തന്നെ വാങ്ങാനും അത് വെച്ച് കഫൻ ചെയ്യാനും ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, വല്ല സമയത്തും നമുക്കങ്ങനെ 3 കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി, അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമോ അതല്ലെങ്കിൽ അങ്ങനെ വസ്ത്രം ലഭിക്കാത്തതായ സാഹചര്യമോ ഉണ്ടായാൽ 3 കുറവ് വസ്ത്രം കൊണ്ടും അഥവാ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ 1-2 വസ്ത്രം കൊണ്ടും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മയ്യിത്തിനെ കഫൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ 3 ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്തല്ല, കഫൻ ചെയ്യലിൻ്റെ നിബന്ധനയല്ല, ഷർത്തല്ല. 3 കുറഞ്ഞു പോയാൽ കഫൻ ചെയ്യൽ ശരിയാതായി പോകുക എന്നുള്ള ഒരു കാര്യമില്ല. പക്ഷെ 3 തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അത് സുന്നത്താണ്. അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. കാരണം തൊട്ടുമുമ്പ് വായിച്ച ഹദീസ് തന്നെയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന ഫി സലാസതി അസ്വാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 തുണിയിലാണ് കഫൻ ചെയ്തത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അടുത്തത് പണ്ഡിതന്മാർ പറയുന്നു, വഅയ്യകൂന അഹദുൽ അക്ഫാനി സൗബ ഹബിറ, ഈ 3 വസ്ത്രത്തിൽ ഏതെങ്കിലും ഒന്ന് സൗബു ഹബിറ ഇദാ തയസ്സറ ദാലിക്, എളുപ്പമാകുമെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്താണ് സൗബു ഹബിറ എന്ന് പറയുന്നത്? സൗബു ഹബിറ എന്നുള്ളത് യമനിൽ നിന്നും നെയ്തെടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു തുണിയാണത്. അതിന് ചുവപ്പ് വരകൾ ഉണ്ടാകും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ തുവഫിയ അഹദുക്കും ഫവജദ ഷൈഅൻ ഫൽയുകഫൻ ഫീ സൗബി ഹിബ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ മരണപ്പെട്ട് അവനെ കഫൻ ചെയ്യുന്ന സമയത്ത് സൗബു ഹിബ്റ കൊണ്ട് അത് കഫൻ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ, പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നത് തയസ്സറദാലി, അത് കിട്ടുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ നാട്ടിലത് ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ തന്നെ നെയ്തുണ്ടാക്കിയ വെളുത്ത തുണി തന്നെ നമുക്ക് മതിയായതാണ്. അതേപോലെ കഫൻ ചെയ്യുന്ന തുണി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്താണ് അൻയുബഖിറൽ കഫനു സലാസ, കഫൻ അത് 3 പ്രാവശ്യം എന്ത് ചെയ്യുക, അതിനെ പുകയ്ക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കർപ്പൂരമോ അതല്ലെങ്കിൽ എന്താണോ നമുക്ക് ഏറ്റവും ലഭിക്കുന്ന ഏറ്റവും നല്ല ഊദ് തന്നെ അതുകൊണ്ട് പുകയ്ക്കാവുന്നതാണ്. അത് ഏറ്റവും നല്ല രൂപത്തിൽ മയ്യിത്തിനെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല സുഗന്ധം അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, ഇദാ അജ്മർതുമുൽ മയ്യിത ഫഅജ്മിറൂഹു സലാസ, നിങ്ങൾ മയ്യിത്തിനെ പുകയ്ക്കുന്ന സമയത്ത് അഥവാ കുന്തിരിക്കുമോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ കൊണ്ട് പുകയ്ക്കുന്ന സമയത്ത് 3 പ്രാവശ്യം നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തുണിക്ക് മണം പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഇന്ന് അത് ലഭ്യമാണ് മാർക്കറ്റിൽ. അങ്ങനെ തന്നെ 3 തുണികൾ നമുക്ക് ലഭ്യമാണ്. ആ 3 തുണികളെയും അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ പുകയിച്ചുകൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മണം പിടിക്കുന്നതാണ്. ആ രൂപത്തിൽ അതിനെ മണം പിടിപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അത് സുന്നത്താണ്. പിന്നീട് അവർ പറയുന്നു, യുസ്തഹബ്ബു അൻ തുബ്സത അഹ്സനുൽ അക്ഫാനി വ ഔസഉഹ, അവിടെ എന്ത് ചെയ്യണം, മയ്യിത്തിനെ കഫൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ലഭിച്ചിട്ടുള്ള 3 തുണികളുണ്ട്. ആ 3 തുണികളിൽ ഏറ്റവും മുന്തിയത് അതെന്ത് ചെയ്യുക, ഏറ്റവും താഴെ വിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഏറ്റവും താഴെ വിരിച്ചു കഴിഞ്ഞാൽ അവസാനം അതായിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. അത് പൊതുവേ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഭംഗിയുള്ളതാണ് പുറമേ ധരിക്കുക. അല്ല, ഉള്ളിലുള്ളത് ഒരല്പം പഴകിയാൽ നമ്മളത് വലിയ ഗൗനിക്കാറില്ല. ഏറ്റവും പുറമേ ഉള്ളത് ഭംഗിയായിട്ടാണ് നമ്മൾ ധരിക്കാറുള്ളത്, നമ്മൾ പുറമേ ധരിക്കുന്ന വസ്ത്രം. അതേപോലെ തന്നെയാണ് മയ്യിത്തിൻ്റെ ഏറ്റവും പുറമേ ഉള്ളത്, അഥവാ ലഭ്യമല്ല. നമുക്ക് 3 വ്യത്യസ്ത തരത്തിലുള്ള തുണിയെ ലഭിക്കുന്നുള്ളൂ. അതിൽ ഇന്ന് നമുക്ക് 3 പുതിയത് തന്നെ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു വിഷയം നമുക്കൊരു പ്രസക്തമായി തോന്നണമെന്നില്ല. പക്ഷെ നമുക്ക് 3 നല്ല തുണി ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. 1 നല്ലതാണ്, ബാക്കി 2 അല്പം പോരാ, പുതിയതല്ല, അല്പം പഴക്കമുള്ളതോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും? ഏറ്റവും നല്ലത്, വൃത്തിയുള്ളത്, ഏറ്റവും പുതിയത് അത് പുറത്തെ തുണിയായി വെക്കും, അതോ ഏറ്റവും താഴെ വിരിക്കുമെന്നാണ്. അതിന് മുകളിലാണ് പിന്നീട് 2 തുണിയും ഒരുമിച്ച് വിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 തുണിയും ഒരുമിച്ച് കഫൻ ചെയ്യാൻ പറ്റും. അതല്ലാതെ ഓരോ തുണിയും പ്രത്യേകം പ്രത്യേകം ചുറ്റുന്ന സമയത്ത് മയ്യത്തിന് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും, തിരിക്കുകയും മറിക്കുകയൊക്കെ വേണ്ടി വരും. അത് പരമാവധി കുറക്കുക എന്നുള്ളതാണ്. മറിച്ച് 3 തുണിയും ഒരുപോലെ വെക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. അതാണ് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള രീതി. അപ്പം ആ നിലക്ക് തന്നെ എന്ത് ചെയ്യുക, 3 തുണി വിരിക്കുക. ഇപ്പോൾ ഒരു ടേബിളിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മയ്യത്തിൻ്റെ പരിപാലനം, ഒരു ടേബിളിലാണെങ്കിൽ 3 തുണി വിരിക്കുക. അതിന് എന്ത് ചെയ്യുക, 3 തുണി ഒന്നിനു മുകളിൽ ഒന്നായി അങ്ങനെ 3 എണ്ണം വിരിക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം പിന്നീട് എന്താ ചെയ്യുന്നത്, അതിനൊക്കെ വൃത്തിയായി തുടച്ചു കൊടുത്ത് മയ്യത്തിനെ നേരെ ഈ കട്ടിലിലേക്ക്, കഫൻ ചെയ്യുന്നതിന് വേണ്ടി ആ കട്ടിൽ മുകളിലേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക. അപ്പം അത് ആ നിലക്ക് 3 എണ്ണം അവിടെ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും ഭംഗിയുള്ളത്, വൃത്തിയുള്ളത് താഴെ ആയിട്ടുണ്ട്, കാരണം അതാണ് അവസാനം മുകളിലേക്ക് വരേണ്ടത്. അവർ പറയുന്നു, യുഹ്മലുൽ മയ്യിതു ഇലൽ അക്ഫാനി മസ്തൂറ,
മയ്യത്തിനെ കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നഗ്നനായിട്ടല്ല കൊണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അവസ്ഥയിൽ പോലും മയ്യത്ത് മരിച്ചത് മുതൽ ഖബറിലേക്ക് വെക്കുന്ന ഒരവസ്ഥയിൽ പോലും മയ്യത്ത് പൂർണ്ണമായ നഗ്നതയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് പാടില്ല. കുളിപ്പിക്കുമ്പോൾ പോലും അരക്ക് ചുറ്റും എന്ത് ചെയ്യണം, ഔറത്ത് മറക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ തുണി ചുറ്റിയിട്ടേ കുളിപ്പിക്കാൻ പാടുള്ളൂ. അതല്ലാതെ പൂർണ്ണമായി നമ്മൾ അങ്ങനെ തുറന്നുകൊണ്ട് കുളിപ്പിക്കുക എന്നുള്ളതല്ല. പിന്നീട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ തുണി മൊത്തം നനഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഉണങ്ങിയ തുണി കൊണ്ട് മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗങ്ങളെങ്കിലും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലെങ്കിലും എന്ത് ചെയ്യണം, മറച്ചുകൊണ്ടാണ് മയ്യത്തിനെ പിന്നീട് കട്ടിലേക്ക് കൊണ്ടുവരുന്നത്. കഫൻ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ടത് അങ്ങനെയാണ്. അതല്ലാതെ ഏതോ രൂപത്തിലല്ല, പൂർണ്ണമായി നഗ്നനായ രൂപത്തിലല്ല കൊണ്ടുവരേണ്ടത് എന്ന്. അങ്ങനെ കൊണ്ടുവന്നിട്ട് മയ്യത്തിനെ മലർത്തി കിടത്തുക എന്നുള്ളതാണ്. മയ്യത്തിനെ മലർത്തി കിടത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് അവർ പറയുന്നു, യുഖദു ഖുത്നു ഔ ഖിർഖ ഫയുജ്അലു ഫീഹ അൽ ഹനൂത് വൽ കാഫൂർ ويجعل بين إليتي الميت ويشد عليه حتى لا يخرج من الميت شيء. പിന്നീട് എന്ത് ചെയ്യുക, കുറച്ച് ഒരു കോട്ടണോ പരുത്തിയൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല കോട്ടണായിട്ടുള്ള നല്ല തുണിയോ മറ്റോ ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൽ കർപ്പൂരമോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സുഗന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൽ പുരട്ടിയിട്ട് അത് അരയുടുപ്പായി ധരിപ്പിക്കുക എന്നുള്ളതാണ്. ലൈംഗിക ഭാഗം അത് വൃത്തിയായി മറയുന്ന രൂപത്തിൽ അരയുടുപ്പായി ആദ്യം ധരിപ്പിക്കുക. മൂന്ന് തുണിക്ക് പുറമെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുഗന്ധം പൂശിയിട്ട് അത് അരയെടുപ്പായി ഗുഹ്യഭാഗങ്ങളിൽ പൂർണ്ണമായി മറയുന്ന രൂപത്തിൽ അത് ഉടുപ്പിക്കുക എന്നുള്ളതാണ്. ഹത്തലാ യഖ്റുജ മിനൽ മയ്യിത്തി ഷൈ. അതിൻ്റെ ഉപയോഗം പറയുന്നത് മയ്യത്തിൽ നിന്നും പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുളിപ്പിക്കുന്ന സമയത്ത് വയറൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ആ സമയത്ത് പോകാത്തത് ചിലപ്പോൾ പിന്നീട് പോയി കളയും. അപ്പം അത് പിന്നീട് പോയി കഴിഞ്ഞാൽ അത് കഫൻ തുണിയിലാകും. അത് പിന്നീട് ആ നജസ് കൊണ്ടുപോകുന്നിടത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മൊത്തം രൂപം തന്നെ അത് ഭംഗിയില്ലാതാക്കി തീർക്കും. അപ്പം അതുകൊണ്ട് അത് പുറത്തേക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഗുഹ്യഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, ആ ഒരു തുണിയോ മറ്റോ അത് നല്ല സുഗന്ധത്തോടു കൂടി തന്നെ അത് കെട്ടിവെക്കുക എന്നുള്ളതാണ്. 4 മദ്ഹബിലും ഏകാഭിപ്രായമുള്ളൊരു വിഷയമാണ് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. പിന്നീട് അവർ പറയുന്നു, യൂദഉ ഹനൂത് തീബ് അല മവാദിഇ സുജൂദി മിനൽ മയ്യിത് വഅല റഅസിഹി വലിഹ്യതിഹി. ഇതാദ്യം നമ്മൾ അരിയുടുപ്പായി ഇങ്ങനെ തുണി ധരിപ്പിച്ചിരിക്കുന്നു. പിന്നീട് സുജൂദിൻ്റെ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നല്ല സുഗന്ധം അഥവാ തീബായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നല്ല സുഗന്ധങ്ങൾ അത്തറോ മറ്റോ ഒക്കെ എന്ത് ചെയ്യുക, പൂശി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വുളുവിൻ്റെ ഭാഗങ്ങളിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തലയിലും താടിയിലും ഒക്കെ പ്രത്യേകമായി അത് ചെയ്യുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇതിനുള്ള തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്, ഒരിക്കലൊരു ഇഹ്റാമിൽ ഉണ്ടായിരിക്കെ ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിനെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ശേഷമുള്ള കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ പറഞ്ഞ കാര്യമാണ്, വലാ തുഹന്നിതൂഹു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവന് സുഗന്ധം പൂശാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് മുഹരിമാണ്, ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയാണ്. ഇഹ്റാമിൽ നമുക്കറിയാം, ആ ഇഹ്റാമിൻ്റെ ആ കുറഞ്ഞ സമയത്ത് നമുക്ക് സുഗന്ധം പൂശുക എന്നുള്ളത് പുരുഷന്മാർക്കും അനുവദനീയമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഹദീസിൽ അദ്ദേഹത്തിന് സുഗന്ധം പൂശാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതല്ലാത്ത ആളുകൾക്ക് സുഗന്ധം നിരുപാധികമായി പൂശാം എന്നുള്ളതാണ്. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ആ സുഗന്ധം ഉണ്ടാക്കുക. അത് സുജൂദിൻ്റെ ഭാഗം, നെറ്റി ഭാഗത്തും 2 കൈയുടെ ഭാഗത്തും മുട്ടിൻ്റെ ഭാഗത്തും അതേപോലെ കാല് നിലത്തൂത്തുന്ന ഭാഗത്തും, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് വയജൂസു തത്തീബു ജമീഉൽ ബദൻ, മുഴുവൻ ഭാഗങ്ങളും അത് സുഗന്ധം പൂശുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ആ രൂപത്തിൽ സുഗന്ധമൊക്കെ പൂശി ശരീരത്തിന് ആ നിലക്കാണത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കഫൻ തുണിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ കുന്തിരിക്കുമോ അതല്ലെങ്കിലൊക്കെ ഊതോ കത്തിച്ചിട്ട് അതിന് പുക പിടിപ്പിച്ചിട്ട് അതിന് സുഗന്ധമുണ്ട്. അതേപോലെ അരയുടുപ്പിൻ്റെ ഭാഗത്തുള്ള ആ കോട്ടണിലോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തുണിയിലോ എന്ത് ചെയ്തിട്ടുണ്ട്, സുഗന്ധം പൂശിയിട്ടുണ്ട്. ശരീരഭാഗത്തൊക്കെ സുഗന്ധം പൂശിയിട്ടുണ്ട്. ഇത്രയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അവർ പറയുന്നു, യുറദ്ദു തറഫുൽ ലിഫാഫത്തിൽ ഉല്യല്ലതി തലിൽ മയ്യിത്ത് മിനൽ ജാനിബിൽ ഐസരി അലാ ഷഖിൽ മയ്യിത്തിൽ അലാ ഷഖി അൽ മയ്യിത്തി അൽ ഐമൻ. പിന്നീട് എന്ത് ചെയ്യുക, ഈ 3 തുണി ഇങ്ങനെ ഉണ്ട്, മയ്യത്ത് അതിൻ്റെ മുകളിൽ നേരെ കിടത്തിയിട്ടാണുള്ളത് ഒരു തുണിയിൽ. ആ തുണിയിൽ കിടത്തി കഴിഞ്ഞാൽ പിന്നീട് മയ്യത്തിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ഒരു തുണി എടുത്തുകൊണ്ട് വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യുക, അത് മൂടുക എന്നുള്ളതാണ്. ഇടതുഭാഗത്തു നിന്ന് ഒരു തുണി എടുത്തിട്ട് വലതുഭാഗത്തേക്ക് മൂടുക. പിന്നീട് എന്ത് ചെയ്യുക, സുമ്മ യറുദ്ദു തറഫൽ ഐമൻ അലാ ഷഖിൽ ഐസർ. പിന്നീട് വലതുഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക, ഇടതുഭാഗത്തേക്കും ഒന്ന് മൂടുക. അപ്പം ഇടത്തുനിന്ന് വലത്തേക്ക് മൂടി, വലത്തുനിന്ന് ഇടത്തേക്ക് മൂടി. ഇങ്ങനെ മൂടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ മയ്യത്തിൻ്റെ നഗ്നതയ്ക്ക് വേണ്ടി മറച്ചിട്ടുള്ള, നഗ്നത വെളിവാകാതിരിക്കുന്നതിന് വേണ്ടി മറച്ചിട്ടുള്ള ഒരു ചെറിയ മുണ്ടോ മറ്റോ കുടിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറൊരു തുണി കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ടാകും.
അത് പൂർണ്ണമായിട്ട് അവിടുന്ന് വലിച്ചു നീക്കാവുന്നതാണ്. കാരണം അത് നീക്കി അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമുക്ക് ഇനി 3 തുണി മാത്രം മതി, 4മതൊരു തുണി ആവശ്യമില്ല. അപ്പോൾ ഇടത്തുനിന്ന് വലത്തേക്കും വലത്തുനിന്ന് ഇടത്തേക്കും, നമ്മൾ സാധാരണ പൊതുവെ നമ്മളെ മലബാർ ഏരിയയിലേക്ക് ആളുകൾ പൊതുവെ മുണ്ടെടുക്കുന്നത് ആ നിലക്കാണ്. ആ നിലക്ക് അത് ആലോചിച്ചാൽ മതി. ഇടത്തുനിന്ന് വലത്തേക്ക് ആദ്യം, പിന്നീട് വലത്തുനിന്ന് ഇടത്തേക്ക്, മോൾ ഭാഗം വലത്തുനിന്ന് ഇടത്തേക്കായിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ രൂപത്തിൽ 1ാമത്തെ തുണി അങ്ങനെ വെക്കുക. 2ാമത്തെ തുണിയും ഇതേപോലെ തന്നെ, 3ാമത്തെ തുണിയും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് പരമാവധി കൈകളും കാലുകളൊക്കെ അടുപ്പിച്ചു കൊണ്ട് വെക്കാൻ അത് ശ്രദ്ധിച്ചുകൊണ്ട് ആ വൃത്തിയിൽ തന്നെ അത് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് അവർ പറയുന്നു തുഖദുൽ ലഫായിഫ് ഐ തുർബത്ത് ബഅദ തക്ഫീനിൽ മയ്യിത്തി ഫിഹാ. കഫൻ പുടവ ധരിപ്പിച്ചതിന് ശേഷം പിന്നീട് അതിന് കെട്ടിട്ട് കൊടുക്കുന്നതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ കഫൻ ധരിപ്പിച്ചത്, വൃത്തിയിൽ ധരിപ്പിച്ചത് നമ്മൾ പിന്നീട് അതിനെ മയ്യിത്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ജനാസ അടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് 4 മദ്ഹബിലും ഏക അഭിപ്രായമുള്ള കാര്യമാണ്, ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ അത്തരം കെട്ടിടുന്ന സമയത്ത് അതിന് ഇത്ര എണ്ണം വേണം എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവില്ല. അഥവാ 3 കെട്ട് വേണം, അതല്ലെങ്കിൽ 4 കെട്ട് വേണം എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവില്ല. എത്ര വേണമെങ്കിലും അതാവാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നാം ആ കഫൻ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഇളകിപ്പോകാൻ പാടില്ല എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ലൈസ ഫീ ദാലിക ഹദ്ദുൻ, അതിനൊരു പ്രത്യേക എണ്ണമില്ല. ലാകിൻ സലാസ തക്ഫി ഫി അലാഹു വഅസ്ഫലിഹി വവസതിഹി. 3 എണ്ണം മതിയാകുന്നതാണ്. ഒന്ന് തലയുടെ ഭാഗത്ത്, അഥവാ തലയുടെ ഭാഗത്ത് അത് ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. പിന്നീട് കാലിൻ്റെ ഭാഗത്ത് ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. പിന്നീട് അരയുടെ ഭാഗത്ത് എന്ത് ചെയ്യുക, കെട്ടിയിട്ട് അത് അവിടെയും അതുപോലെ തന്നെ ചെയ്യുക. വൈൻ ഇക്തഫ ബിസ്നൈനി ഫലാ ബഅസ്. ഒരാൾ 2 കൊണ്ട് മതിയാക്കുകയാണെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അൽ മുഹിം ലബ്തുൽ കഫൻ ഹത്താ ലാ യൻതശിർ. ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ആ കഫൻ ധരിപ്പിക്കുന്നത് അത് വൃത്തിയാവുക എന്നുള്ളതാണ്. അത് പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, അത് ഇളകിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് സമാനമായ രീതിയിൽ തന്നെ ഈ വിഷയം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇപ്പോൾ 3 വസ്ത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കഫൻ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്ത്രീകളുടെ കഫൻ ധരിപ്പിക്കലും പുരുഷന്മാരുടേത് പോലെയാണ്. എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാരുടേത് പോലെയാണ്. അവരുടെ മുടി അത് 3ആയി മെടഞ്ഞിടണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് 5 വസ്ത്രം കൊണ്ട് അവരെ തക്ഫീൻ അഥവാ കഫൻ പുടവ ധരിപ്പിക്കുക എന്നുള്ളത് 5 വസ്ത്രം കൊണ്ടും ചെയ്യാം എന്നുള്ളതിന് ചില ഹദീസുകൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. 5 വസ്ത്രം കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അഥവാ പുരുഷന്മാർക്കുള്ള 3 വസ്ത്രത്തിന് പുറമേ ഒരു മുഖമക്കനെയും പൊതുവേ അവർ ധരിക്കുന്ന നിസ്കാരക്കുപ്പായം പോലെയുള്ള ഒരു വസ്ത്രവും ഇതുകൂടി വരും സ്ത്രീകൾക്ക്. അങ്ങനെ 5 വസ്ത്രം സ്ത്രീകൾക്കുണ്ടാകുമെന്നാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആധുനികരായ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിലുള്ള ലജ്നത്തു ദായിമയുടെ ഫത്വയിലൊക്കെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരാൾ ആ ഹദീസ് ദുർബലമാണ് എന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 3 തുണി തന്നെ പുരുഷന്മാരുടേതുപോലെ തന്നെ സ്ത്രീകൾക്ക് മതിയായതാണ് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. എന്നാൽ ഒരാൾ 5 തന്നെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിലും തെറ്റുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ ഒരു അഭിപ്രായം തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ സഹോദരങ്ങളെ എന്ത് ചെയ്യുക, നമ്മൾ സ്ത്രീകളുടെ തുണി നമുക്ക് കഫൻ ധരിപ്പിക്കൽ ആ നിലക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള പുരുഷന്മാർക്ക് ചെയ്ത കാര്യം തന്നെ ഇവിടെ സ്ത്രീകൾക്കും ആവർത്തിക്കാവുന്നതാണ്. സുഗന്ധം പൂശുക പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ സ്ത്രീകൾക്ക് നിഷിദ്ധമല്ല, ആ സമയത്ത് അവർക്ക് അനുവദനീയമായ കാര്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് കഫൻ ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ശേഷം സഹോദരങ്ങളെ പിന്നീട് ചെയ്യുന്ന കാര്യം, കഫൻ പുടവ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം അതിന് ശേഷമാണ് നടത്താറുള്ളത്. കുളിപ്പിച്ചു കഴിഞ്ഞു, കഫൻ ധരിപ്പിച്ചു കഴിഞ്ഞു, പിന്നീട് മയ്യത്തിനെ ഉടനെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. മസ്ജിദിലേക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ, ഒരാൾക്ക് നേരത്തെ പോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ജനാസ നിസ്കരിച്ചുകൊണ്ട് പിരിയാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. അതേപോലെ വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ തന്നെ ജനാസ നിസ്കരിക്കാവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പവുമുള്ള കാര്യമല്ല. അതുകൊണ്ട് അടുത്തതായി മനസ്സിലാക്കേണ്ടത് അസ്സിഫത്തു സഹിഹത്തു ലി സലാത്തിൽ ജനാസ നിസ്കാരത്തിനുള്ള ശരിയായ രൂപം അതാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് മറ്റേതൊരു ഇബാദത്തിനുള്ളതുപോലെ തന്നെ നീയത്ത് വേണം. ജനാസ നിസ്കാരത്തിന് നീയത്ത് വേണം. നമ്മൾ എന്താണ് നിസ്കരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേണം. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജനാസ നിസ്കാരം അത് നീയത്തില്ലാതെ അത് ശരിയാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്
ഇമാം എവിടെ നിൽക്കുന്നു എന്നുള്ള വിഷയമാണ്. ഇമാം എവിടെയാണ് നിൽക്കേണ്ടത്? യഖിഫുൽ ഇമാമു ഇൻദ റഅ്സി റജുലി വ വസത്തിൽ മർഅ. പുരുഷൻ്റേതാണെങ്കിൽ തലഭാഗത്താണ് ഇമാം നിൽക്കുക, സ്ത്രീയുടേതാണെങ്കിൽ മധ്യഭാഗത്താണ് ഇമാം നിൽക്കുക. അപ്പം ഇവിടെ കഫൻ ധരിപ്പിച്ച് പിന്നീട് മസ്ജിദിലോ അതല്ലെങ്കിൽ എവിടെ വെച്ചാണോ നമ്മൾ നിസ്കരിക്കുന്നത്, ആ നിസ്കാരം നിർവഹിക്കപ്പെടുന്ന സമയത്ത് തല ഏതാണ് കാലേതാണെന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ ചില പണ്ഡിതന്മാർ അതിന് ഒരു എളുപ്പം പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ആ തലഭാഗത്ത് തുണി ഒരല്പം നീട്ടി വെക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ്. അത് രണ്ട് ഉപകാരമുണ്ട്. നമുക്ക് മയ്യത്ത് പിന്നീട് ഇറക്കി വെക്കുന്ന സമയത്തൊക്കെ ഒരു പിടുത്തം കിട്ടാനും മതിയായതാണ്. അപ്പം ആ നിലക്ക് തന്നെ തുണി നീളമുണ്ടാകും. അപ്പോൾ ഒരു തുണിയെങ്കിലും ഏറ്റവും താഴെ നിൽക്കുന്നത്, അഥവാ അവസാനം ഏറ്റവും മുകളിൽ വരുന്ന ഒരു തുണിയെങ്കിലും ഒരല്പം നീളമുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള രണ്ടിനേക്കാൾ നീളമുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തലഭാഗത്ത് ഒരല്പം വലുതാക്കി കെട്ടിക്കഴിഞ്ഞാൽ തലഭാഗം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തും ഒരു പിടുത്തം ഉണ്ടാകും. കാരണം കാൽഭാഗത്തോടു കൂടിയാണ് ഖബറിലേക്ക് ഇറക്കുന്നത്. ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പം അത് പിടിക്കാൻ അത് എളുപ്പമാകുന്ന കാര്യമാണ്. അപ്പം ആ നിലക്കത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, തലഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗത്താണ് ഇമാം നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ പിന്നിൽ സാധാരണ അവർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെ തന്നെ അവർക്ക് നിസ്കരിക്കാവുന്നതാണ്. മഅ്മൂമിങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് അടുത്തടുത്ത് തന്നെ നിൽക്കണം, അങ്ങനെ യാതൊരു നിബന്ധനയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് സുന്നത്തും വന്നിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് പൊതുവെ അങ്ങനെ നമ്മൾ നാടുകളിലൊക്കെ ചെയ്യുന്നത്, ചിലപ്പോൾ ഒരുപാട് ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാൻ വന്നാൽ സാധാരണ മസ്ജിദുകളിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. മയ്യിത്ത് നിസ്കാരത്തിനാണെങ്കിൽ ആളുകൾ ഒരുപാട് ഉണ്ടാകുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, അല്ലേ? ആളുകൾ കുറവാണെങ്കിൽ പോലും 3 സഫാക്കി നിസ്കരിക്കുക എന്നുള്ളതിന് പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ചെറിയ മസ്ജിദാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റുക്കുവോ സുജൂദോ ഒന്നും ഇല്ലാത്തതായി നിസ്കാരത്തിന് അടുത്തടുത്ത് സഫ് കെട്ടാവുന്നതാണ്. അതല്ല എങ്കിൽ സാധാരണ രീതിയിൽ തന്നെ സഫ് കെട്ടിയാൽ മതി. മയ്യിത്ത് നിസ്കാരത്തിന് പ്രത്യേകമായി അടുത്തടുത്ത് തന്നെ നിൽക്കണം, അങ്ങനെ ഒരു സുന്നത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇമാം അത് എവിടെയാണ് നിൽക്കുന്നത്? പുരുഷൻ്റേതാണെങ്കിൽ തലഭാഗത്താണ്, സ്ത്രീകളുടേതാണെങ്കിൽ മധ്യഭാഗത്താണ്. മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിച്ചു. ഒരു പുരുഷൻ്റേതായിരുന്നു. ആ പുരുഷൻ്റെ ജനാസ നിസ്കരിച്ചപ്പോൾ അദ്ദേഹം തലഭാഗത്ത് നിന്നു. പിന്നീട് അദ്ദേഹം ഒരു സ്ത്രീക്ക് വേണ്ടി നിസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം മധ്യഭാഗത്ത് നിന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഹാക്കദാ കാന യഫ്അൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണോ ചെയ്തിരുന്നത്? അദ്ദേഹം പറഞ്ഞു നഅം, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയോട് സ്ഥിരപ്പെടുകയാണ്. പുരുഷൻ്റേതാണെങ്കിൽ തലഭാഗത്ത്, സ്ത്രീകളുടെ ദേഹമാണ് മധ്യഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ മൂന്നാമതായി ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ സിഫത്ത് അവർ പറയുന്നു അൽ ഖിയാമു മഅൽ ഖുദ്റ, സാധിക്കുന്ന ആളുകൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. കാരണം ഫർള് നിസ്കാരങ്ങൾ കഴിവുള്ള ആളുകൾ നിന്നുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിവുള്ള ആളുകൾ നിന്നുകൊണ്ട് നിസ്കരിക്കണം. അതേപോലെ തന്നെയാണ് ജനാസ നിസ്കാരത്തിനും. കഴിവുണ്ടെങ്കിൽ ഒരാൾ കസേരയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കരുത്, എന്ത് ചെയ്യണം, നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. എന്നാൽ കഴിവില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, കസേര ഇട്ടുകൊണ്ട് ഇരുന്ന് നിസ്കരിക്കാം, അതല്ലെങ്കിൽ തറയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം, അതിന് തെറ്റില്ല. പിന്നീട് അതിൻ്റെ രൂപം പറയുന്നു യുക്കബ്ബിറു 4 തക്ബീറാത്ത്, 4 തക്ബീറുകളാണ് ജനാസ നിസ്കാരത്തിന് ഉള്ളത്. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ചിലർ അതിന് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. 4 തക്ബീറുകളാണുള്ളത്. അവർ ചിലർ പറഞ്ഞു അത് 4 റക്അത്തുള്ള നിസ്കാരത്തിന് പകരം നിൽക്കുന്നതാണ്, അത് 4 റക്അത്തുള്ള നിസ്കാരത്തിന് പകരം നിൽക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതിൽ ഏറ്റവും കുറഞ്ഞ തക്ബീർ ഉള്ളത് 4 എണ്ണം തന്നെയാണ്. അതിൽ കുറവ് വന്നിട്ടില്ല. അതിലേക്ക് കൂടി 5ഉം 6ഉം ഒക്കെ വന്നിട്ടുള്ള ചില റിവായത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും കുറവ് വന്നത് 4 എണ്ണമാണ്. അതിൽ കുറവ് തക്ബീർ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം 4 തക്ബീറുകൾ എന്തിനുണ്ട്? മയ്യിത്ത് നിസ്കാരത്തിന് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ബാക്കിയുള്ള 3 തക്ബീറുകളും അതിനുണ്ട്. 5ാമത്തെ പോയിന്റ് അവർ പറയുന്നു യഖ്റഉൽ ഫാത്തിഹ സിർറൻ ബഅദ തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ട്. അത് സിർറൻ, അത് പതുക്കെയാണ്. അത് രാത്രി നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചാലും പകൽ മയ്യിത്ത് നിസ്കരിച്ചാലും ഒക്കെ ആ സൂറത്തുൽ ഫാത്തിഹ ഇമാമും പുറകിലുള്ള മഅ്മൂമീങ്ങളും ഒക്കെ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അത് പതുക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് കാണാൻ സാധിക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുന്നുണ്ട് അസ്സുന്നത്തു ഫി സ്വലാത്തി അൽ ജനാസ അൻ യഖ്റഅ ഫി തക്ബീറത്തുൽ ഊല ബി ഉമ്മിൽ ഖുർആനി മുഖാഫതതൻ. അദ്ദേഹം പറയാണ് ജനാസ നിസ്കാരത്തിലുള്ള സുന്നത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലാണ്. മുഖാഫതതൻ അഥവാ പതുക്കെയാക്കിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. സുമ്മ യുകബ്ബിറു സലാസ, പിന്നീട് 3 തക്ബീറുകളുണ്ട്. വത്തസ്ലീമു ഇൻദൽ ആഖിറ, അവസാനത്തെ തസ്ലീമുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ തക്ബീറോ യുകബ്ബിറു അത്തക്ബീറത സാനിയ വയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇവിടെ സ്വലാത്ത് ചൊല്ലുക എന്നതിന്റെ ഹുക്മ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് ജനാസ നിസ്കാരത്തിന്റെ റുക്കനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ജനാസ നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ്, ഒരിക്കലും ഉപേക്ഷിച്ചു കൂടാൻ പാടില്ലാത്ത റുക്കനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആധുനികരായ പണ്ഡിതന്മാർ ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് ബിൻ ഉസൈമീൻ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല, ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ ഒരു അഭിപ്രായം തന്നെയാണ് സ്വീകരിച്ച് കാണുന്നത്. കാരണം ഈ സഹാബി അബു ഉമാമ ബിൻ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറയുന്നുണ്ട്, സുമ്മ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്താണ്. അത് നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ തക്ബീർ യുകബ്ബിറു സാലിസ വയദ്ഉ ലിൽ മയ്യിത്ത്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം എന്ത് ചെയ്യണം? മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വദ്ദുആഉ ലിൽ മയ്യിത്തി ഫീ ഹാദൽ മൗദിഇ റുക്നുൻ ഇൻദൽ ജുംഹൂർ. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അടുക്കൽ ഈ ഒരു സമയത്ത് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് റുക്കനാണ്, നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് എന്ത് ചെയ്യുക? മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാമെങ്കിലും ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കാരത്തിൽ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ ആ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അതെല്ലാവരും പഠിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പലപ്പോഴും ആളുകൾ ആ സമയത്ത് എത്തുമ്പോൾ ഇമാമ് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്, ഒന്നും അല്ലാഹു മഗ്ഫിർ ലഹു പറഞ്ഞാൽ മതി എന്നൊക്കെ. ആളുകൾ എന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്യരുത്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുന്ന സമയത്തൊക്കെയാണ് നമ്മളിത് ഖേദകരമായി അത് ആലോചിക്കുക. കാരണം നമുക്ക് ഒരു മയ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് അത് മയ്യത്ത് നിസ്കാരമാണ്. ഏറ്റവും അഫ്ളലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ആ മയ്യത്ത് നിസ്കാരത്തിനുള്ള ആളുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ശുപാർശ ചെയ്യുന്നുണ്ട്. ആ മയ്യത്തിന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാക്കി തീർക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, മുവഹിദീങ്ങൾ, പ്രത്യേകിച്ച് 40 മുവഹിദീങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ അത് ശുപാർശയായി തീരും എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ഒരു രംഗം എന്ന് പറയുന്നത് അത് പിന്നീടുണ്ടാകുന്ന ദുആയേക്കാളൊക്കെ ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയത്തായിരിക്കും. കാരണം ഏതൊരു ഏറ്റവും പ്രയാസത്തിലും അവർക്ക് ഏറ്റവും ഖൈർ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയം അപ്പോഴാണ്. അപ്പം ആ സമയത്ത് നല്ലൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട് അത് നമ്മൾ പഠിക്കാതെ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല. അത് വളരെ മനോഹരമായ, വളരെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ് വനഖ്ഹിഹി മിനൽ ഖതായ കമാ യനഖൈത الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر او من عذاب النار എന്നുള്ള ഹദീസാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിലുള്ള സ്വഹീഹ ഹദീസാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. മയ്യത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. മയ്യത്തിന് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. വർഹംഹു. മയ്യത്തിന് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഖബർ ശിക്ഷയിലും മറ്റുമൊക്കെ ആഫിയത്ത് വേണ്ടതുണ്ട്, സൗഖ്യം വേണ്ടതുണ്ട്. അപ്പോൾ മയ്യത്തിന് ഈ പറയുന്ന ഇനിയുള്ള ഘട്ടങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വഅക്രിം നുസുലഹു. അദ്ദേഹം എത്തുന്ന സ്ഥലം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. വസ്സി മുദ്ഖലഹു. അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കാനുള്ള പ്രാർത്ഥനയാണ്. വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ്. അദ്ദേഹത്തെ വെള്ളം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടും ശുദ്ധിയാക്കാനാണ് പറയുന്നത്. വനഖ്ഹിഹി മിനൽ ഖതായ. അദ്ദേഹത്തെ തെറ്റുകളിൽ നിന്ന് പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ. കമാ നഖൈത الثوب الابيض من الدنس. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും എത്രമാത്രം വൃത്തിയാകുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൂർണ്ണമായി അല്ലാഹുവേ നീ തുടച്ചില്ലാതാക്കി കളയണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. വബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരി. അദ്ദേഹത്തിന്റെ ഭൂമിയിലുള്ള ഭവനത്തെക്കാളും ഖൈറായ ഭവനം അല്ലാഹുവേ നീ നൽകണം. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലി. ഭൂമിയിലുള്ള കുടുംബത്തെക്കാൾ ഖൈറായിട്ടുള്ള കുടുംബത്തെ നീ നൽകണം. വസൗജൻ ഖൈറൻ മിൻ സൗജി. ഭൂമിയിലുള്ള ഇണയേക്കാൾ ഖൈറായിട്ടുള്ള സൗജിനെ ഇണയെ നൽകണം. വഅദ്ഖിൽഹുൽ ജന്ന. സ്വർഗ്ഗം റബ്ബേ നൽകണം. വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്ർ ഔ മിൻ അദാബിൻ നാർ. അതേപോലെ നരകശിക്ഷയിൽ നിന്ന് അതല്ലെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ നീ രക്ഷിക്കണമേ, കാത്തു രക്ഷിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് വളരെ മനോഹരമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഈ പ്രാർത്ഥന നിർബന്ധമായി പഠിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ മയ്യത്ത് നിസ്കാരത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഖൈർ, ആ മയ്യത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഖൈർ ആ മയ്യത്ത് നിസ്കാരത്തിലുള്ള ഈ പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ബാക്കിയുള്ളത് ആമുഖങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തലാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് ദുആയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിനെ പുകഴ്ത്തലും സ്വലാത്ത് ചൊല്ലലും. പിന്നീടാണ് മൂന്നാമത്തെ തക്ബീറിൽ
ഈ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അഥവാ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 2 കാര്യങ്ങൾ പോലും റുക്കനായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ത് ചെയ്യുക, അത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. 4ാമത്തെ തക്ബീർ സുമ്മ യുകബ്ബിറു തക്ബീറത റാബിഅ സുമ്മ യുസല്ലിം. 4ാമത്തെ തക്ബീറിന് ശേഷം ഒരാൾക്ക് സലാം വീട്ടുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു വഇൻ ദഅ ബഅദഹ ബിമാ തയസ്സർ ഫഹസൻ. ആ സമയത്ത് മയ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്നും പ്രാർത്ഥിക്കാതെ തന്നെ ഒരാൾ സലാം വീട്ടുകയാണെങ്കിൽ അത് തെറ്റുള്ള കാര്യമല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. 4ാമത്തെ തക്ബീറിന് ശേഷം ഒന്നും ചൊല്ലേണ്ടതില്ല, ഉടനെ തന്നെ ഒരാൾക്ക് സലാം വീട്ടാവുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു വൽ വാജിബു തസ്ലീമത്തുൻ വാഹിദ അൻ യമീനിഹി ഇൻദൽ ജുംഹൂർ. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അടുക്കൽ വാജിബായിട്ടുള്ളത് എന്താണ്, വലതുഭാഗത്തേക്ക് ഒരു സലാം മാത്രമാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മാത്രമാണ്. എന്നാൽ രണ്ടാമത്തെ സലാം കൂടി വീട്ടുകയാണെങ്കിൽ തെറ്റുള്ള കാര്യമല്ല. ഇമാം അങ്ങനെ 2 സലാം വീട്ടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2ാമത്തെ സലാം അത് വീട്ടാം. എന്നാൽ നമ്മളൊക്കെ അറിയാം, പൊതുവെ നമ്മൾ ഹറമുകളിലൊക്കെ സൗദി അറേബ്യയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്തൊക്കെ അവിടെ എന്താണ് ഒറ്റ തക്ബീറേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു തക്ബീർ മതി. ചില ആളുകൾ ആ സമയത്ത് എന്ത് ചെയ്യും, 2ാമത്തെ തക്ബീർ കൂടി ചെയ്യുന്നതാണ്. ചെയ്യേണ്ടതില്ല. ഇമാം ചെയ്യാത്തൊരു കാര്യം പിന്തുടരേണ്ടതില്ല. ഇമാം ഒരു ഭാഗത്ത് മാത്രമാണ് സലാം വീട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് മാത്രം സലാം വീട്ടിയാൽ മതിയാകുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഓരോ തക്ബീറിനോടൊപ്പം കൈകൾ ഉയർത്തേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു കൈകൾ ഉയർത്തൽ സുന്നത്താണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും അതേപോലെ മറ്റു ചില സ്വഹാബികളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എതിരായി മറ്റു സ്വഹാബികൾ ആരും പറഞ്ഞത് കാണാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് സുന്നത്താണ്. സ്വഹാബികളുടെ സുന്നത്തിൽ നിന്നും അത് സ്വഹാബികളുടെ ശരീരയിൽ നിന്നും അത് സുന്നത്തായിട്ട് തന്നെ സ്ഥിരപ്പെടുന്നു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വന്നിട്ടില്ല. നേരിട്ട് അവിടുത്തെ കൈകൾ ഉയർത്തിയിട്ടില്ലേ, അത് വന്നിട്ടില്ല. എന്നാൽ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറും അതേപോലെ മറ്റു ചില സ്വഹാബികളും അങ്ങനെ നിസ്കാരത്തിൽ കൈകൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. മുൻഗാമികളായ ഉലമാക്കളും ആ വിഷയത്തിൽ കൈകൾ ഉയർത്താവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, റഅ അക്സറു അഹ്ലിൽ ഇൽമി മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ടവരും അല്ലാത്തവരുമായ അധിക പണ്ഡിതന്മാരും അവർ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നത് അൻ യർഫഅ അർ-റജുലു യദൈഹി ഫി കുല്ലി തക്ബീറത്തിൻ അലൽ ജനാസ. നിസ്കാരത്തിൽ ഓരോ തക്ബീറിലും ഒരു മനുഷ്യൻ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൈകൾ ഉയർത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതാണ് നിസ്കാരത്തിന്റെ, മയ്യിത്ത് നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം ഇതാണ്. അവസാനമായി സഹോദരങ്ങളെ, മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീടുള്ളത് എന്താണ്? പിന്നീട് ബാക്കിയുള്ളത് മയ്യത്തിനെ മുസ്ലിമീങ്ങളുടെ പൊതു മക്ബറയിൽ കൊണ്ടുപോയി അതിനെ മറമാടുക എന്നുള്ളതാണ് നമുക്ക് ബാക്കിയുള്ളത്. ആ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അസ്സിഫത്തു സഹീഹത്തു ലിദഫ്നിൽ മയ്യിത്ത്. മയ്യത്തിനെ മറമാടുന്നതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നു അൽ ഔല ബിദഫ്നിർ റജുലി അർരിജാൽ വൽ ഔല ബിദഫ്നിൽ മർഅതി മഹാരിമുഹ. ഒരു പുരുഷനെ മറമാടേണ്ടത് പുരുഷന്മാരാണ്. അതേപോലെ ഒരു സ്ത്രീയെ മറമാടേണ്ടത് അവളുടെ മഹ്റമുകളായ ആളുകളാണ്. അവർക്ക് ജീവിതകാലത്ത് വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ ആരൊക്കെയാണ്? അവളുടെ ഉപ്പ, മക്കൾ, അതേപോലെയുള്ള ഉമ്മയുടെ സഹോദരങ്ങൾ, തൻ്റെ ഭർത്താവ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവളെ മറമാടാൻ പറ്റും. അവരാണ് ആദ്യം അതിനുവേണ്ടി തയ്യാറായി വരേണ്ടത്. അവരാണ് വരേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരാണ്. പള്ളിയിലെ ആൾക്കാരോ കമ്മിറ്റിക്കാരോ അല്ല, അവളുടെ കുടുംബക്കാർ തന്നെ അതിനുവേണ്ടി തയ്യാറാകേണ്ടതുണ്ട് എന്നാണ്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യമായി പറയുന്നത്. പുരുഷന്മാരും അതേപോലെ സ്ത്രീകളെ അവിടെ മഹ്റമുകളായ ആളുകളുമാണ് വേണ്ടത് എന്നാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, പുരുഷന്മാരുടേക്ക് തന്നെ അവരുടെ കുടുംബക്കാർ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. പുരുഷന്മാർക്ക് തന്നെ ഏത് പുരുഷനും അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. പക്ഷെ അവരുടെ കുടുംബക്കാർ തന്നെ ഉണ്ടെങ്കിൽ അതാണ് അഫ്ളൽ എന്നാണ് പറയുന്നത്. അതിൽ തെളിവായി അവർ ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ, മയ്യത്തിനെ മറമാടാൻ അവിടുത്തെ കുടുംബക്കാരാണ് ഉണ്ടായിട്ടുള്ളത് മുന്നിലൊന്ന് കാണാൻ സാധിക്കും. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഗസ്സൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹബ്തു അൻദുറു മാ യകൂനു മിനൽ മയ്യിതി ഫലം അറ ഷൈ. ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചത്. പൊതുവെ മയ്യത്തിൽ കാണാവുന്ന ചില ന്യൂനതകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടിട്ടില്ല. വകാന ത്വയ്യിബൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വമയ്യിത. അവിടുന്ന് ജീവിതകാലത്തും മരിച്ച ശേഷവും ഒക്കെ ത്വയ്യിബായിരുന്നു. ഒരു ന്യൂനതകൾ പോലും കാണാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ശരീരമായിരുന്നു എന്നാണ്. വലിയ ദഫ്നുഹു വ ഇജ്നാനുഹു ദൂന അന്നാസ് അർബഅ അലിയിൻ വ അബ്ബാസുൻ വൽ ഫദ്ലുൻ വ സാലിഹ് മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫിൻ ചെയ്തത്, മറമാടിയത്. അലിയുന്നുണ്ട്, അതേപോലെ തന്നെ അബ്ബാസുണ്ട്, അതേപോലെ ഫദ്ലുണ്ട്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായ സാലിഹുണ്ട്. ഈ 4 ആളുകളാണ് ഉണ്ടായിട്ടുള്ളത്. വലുഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്ദ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കുഴിക്കപ്പെട്ടത് ലഹ്ദാണ്. ലഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ഒരു കുഴി കുഴിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ സൈഡിലേക്ക് വെട്ടുന്ന രീതിയാണ് ലഹദ് എന്ന് പറയുന്നത്. അല്ലെ, ലഹദ് എന്ന് പറയുന്നത് അതാണ്. ഒരു കുഴി കുഴിച്ചതിന് ശേഷം അതിന്റെ സൈഡിലേക്ക് വെട്ടുന്ന രീതിയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ളത് ഷക്ക് എന്ന് പറയുന്ന രീതിയാണ്. ഒരു കുഴി കുഴിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ നടുവിലേക്ക് വീണ്ടും കുഴിക്കുന്ന രീതിയാണ് നമ്മുടെ നാടുകളിൽ പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അത് ഓരോ നാട്ടിന്റെ മണ്ണും മറ്റുമൊക്കെയായി അത് സ്വീകരിക്കപ്പെടുന്ന രീതിയാണ്. ഇത് രണ്ടും അനുവദനീയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ലഹദാണ് എന്നാണ് പറയുന്നത്. വലുഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദ വനുസിബ അലൈഹി ലബിനു നസ്ബ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദ് കഴിഞ്ഞാൽ ആ ലഹദിലേക്ക് മയ്യത്തിനെ ഇറക്കി വെച്ചാൽ പിന്നീട് ബാക്കി മണ്ണിടുന്ന ഭാഗമുണ്ട്. അപ്പൊ മണ്ണിടുന്ന ഭാഗവും ഈ ലഹദിന്റെയും ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലുകൾ, ഇഷ്ടിക കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നാട്ടി വെച്ചിട്ടുണ്ട്. അഥവാ മണ്ണ് നേർക്ക് നേരെ പെട്ടെന്ന് തന്നെ നേരെ ശരീരത്തിലേക്ക് എത്തുന്ന രൂപത്തിലല്ല ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഷക്ക് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. മയ്യത്തിനെ കടത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു സ്ലാബ് നമ്മൾ വെക്കാറുണ്ട്, അല്ലെ? ആ സ്ലാബിന് ശേഷമാണ് ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്? മണ്ണും പുല്ലും ഒക്കെ പിന്നീട് ഇടുന്നത് അതിന് ശേഷമാണ് എന്നാണ്. അപ്പൊ ഈ അലി റളിയല്ലാഹുവിന്റെ ഹദീസിൽ അത് മുഴുവൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ സുന്നത്ത് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു, പുരുഷന്മാരാണ് മറമാടേണ്ടത്, സ്ത്രീകളെ അവളുടെ മഹറമുകളായ ആളുകളാണ്. അതിൽ തന്നെ കുടുംബക്കാരായ ആളുകൾ തന്നെ പുരുഷന്മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിന്നീട് പറയുന്നു, യുസ്തഹബ്ബു അൻ യഖൂല അല്ലദീ യുദ്ഖിലുൽ മയ്യിത അൽ ഖബ്റ ഹീന യദഉഹു ഫീ ഖബ്രിഹി ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലേക്ക് വെക്കുന്ന ആളുണ്ടാവും, ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും, എല്ലാവർക്കും ഇല്ല. ആ ഖബറിലേക്ക് വെക്കുന്ന ആളുകൾക്ക് ഉള്ള സുന്നത്താണ് എന്ത്? ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറയാം. അതല്ലെങ്കിൽ ബിസ്മില്ലാഹ് വഅലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക എന്നുള്ളതാണ്. 4 മദ്ഹബിലും ഇത് ഏക അഭിപ്രായമുള്ള വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അദ്ഖലൽ മയ്യിത അൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഖാല ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ റസൂലുള്ളാഹിന്റെ ദീനിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു രൂപമുണ്ട്. അതെങ്ങനെയാണ്? അസുന്നത്തു ഇദ്ഖാലുൽ മയ്യിത്തി മിൻ ജിഹതി റിജ്ലി അൽ ഖബർ, അത് കാലുഭാഗമാണ് ആദ്യം ഇറക്കി വെക്കേണ്ടത് എന്നാണ്. കാലുഭാഗമാണ് ആദ്യം ഇറക്കി വെക്കേണ്ടത്. തല പിന്നെയാണ്, തല ഷറഫുള്ള ഭാഗമാണ്, അത് പിന്നെയാണ് ഇറക്കി വെക്കുന്നത്. കാലുഭാഗമാണ് ആദ്യം ഇറക്കി വെക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ്, അബൂ ഇസ്ഹാഖ് എന്നൊക്കെ കാണാൻ സാധിക്കും. ഖാല ഔസൽ ഹാരിസു അൻ യുസല്ലി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു യസീദ് ഫസല്ല അലൈഹി. ഹാരിസ് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു യസീദ് തൻ്റെ മേൽ നിസ്കരിക്കണം, ഇമാമായി നിസ്കരിക്കണം എന്നൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം നിസ്കരിച്ചു. സുമ്മ അദ്ഖലഹുൽ ഖബ്റ മിൻ ഖിബലി റിജ്ലൈ അൽ ഖബർ, പിന്നീട് അദ്ദേഹത്തെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചത് ഖിബലി റിജ്ലൈ അൽ ഖബർ, 2 കാലാണ് ആദ്യം ഇറക്കി വെച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു ഹാദാ മിനസ് സുന്ന, അദ്ദേഹം പറയുന്നുണ്ട് ഇത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് സഹോദരങ്ങൾ അങ്ങനെ കാല് ഭാഗത്താണ് ഇറക്കി വെക്കേണ്ടത് എന്നാണ്. ഇനി സ്ത്രീകളുടെ ഖബർ, സ്ത്രീകളുടെ മയ്യത്ത് അത് മറമാടുന്ന സമയത്ത് ഉലമാക്കൾ പറയുന്നു, ഇസ്തഹബ്ബൽ ഉലമാഉ തഗ്തിയതു ഖബ്റിൽ മർഅതി ഇൻദ ദഫ്നിഹാ ലിഅന്നഹു അസ്തറു ലഹാ, അവൾക്ക് മറ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മറ, മേലെ ഒരു മറ, ആളുകൾ എല്ലാവരും സ്ത്രീകളുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ നോക്കി നിൽക്കേണ്ടതിൽ ഒരു മറ അവിടെ സ്വീകരിക്കുന്നത് നല്ലതാണ് എന്നാണ്. ഇത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, വൽ മർഅതു യുഹമ്മറു ഖബ്റുഹാ ബിസൗബിൻ അയുസ്തർ, ഒരു സ്ത്രീയുടെ ഖബർ അത് മറമാടുന്ന സമയത്ത് അതിന് മറയുണ്ടാകുക എന്നുള്ളത് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്. അദ്ദേഹം പറയുന്നത് ലാ നഅലമു ഫി ഇസ്തിഹ്ബാബി ഹാദാ ബൈന അഹ്ലിൽ ഇൽമി ഖിലാഫ, ഈ ഒരു വിഷയത്തിൽ ഇതൊരു മുസ്തഹബാണ് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയുകയില്ല എന്നാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നത്. സ്ത്രീ മരിച്ച് അവളെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് പോലും അവൾക്ക് മറയുണ്ടാകണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇല്ലത്തായി കാരണമായി പണ്ഡിതന്മാർ പറയുന്ന അങ്ങാനും അല്ലെ ഇറക്കി വെക്കുന്ന സമയത്തോ മറ്റോ ഒക്കെ അപൂർവ സാധ്യത ഉണ്ടായേക്കാം. കെട്ടഴിഞ്ഞിട്ട് അവളുടെ വസ്ത്രം എങ്ങാനും വെളിവാകുകയാണെങ്കിൽ നാട്ടുകാരെല്ലാവരും കാണുന്ന രീതി പാടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് മഹറമായ ആളുകളാണ് അതിനു വേണ്ടി എന്ത് ചെയ്യേണ്ടത്? മുൻകൈ എടുക്കേണ്ടത്. അപ്പം എല്ലാവരും ആ ഒരു സമയത്ത് പോലും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവളുടെ ഔറത്ത് അവൾ ജീവിതകാലത്ത് ഒരാൾക്കും കാണിച്ചു കൊടുത്തില്ല. ആ മരിച്ച ആ സമയത്ത് പോലും ഒരാളും ആ സമയത്ത് പോലും കാണാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാണ്? അവിടെ ഒരു തുണി കെട്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് തെളിവായി നമുക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമൊക്കെ കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂ സയ്യിദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദഫ്ന് നടക്കുന്ന സമയത്ത് ആ സമയത്ത് അവിടെ ഇങ്ങനെ തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അനസ് അദ്ദേഹം പറയുകയുണ്ടായി, ഇർഫഉ അസ്സൗബ് ഇന്നമാ യുഖമ്മറു ഖബ്റ നിസാ,
നിങ്ങൾ തുണി മാറ്റുക. അത് സ്ത്രീകളുടെ മയ്യത്ത് മറമാടുമ്പോഴാണ് ഇങ്ങനെ തുണി കെട്ടിയിട്ട് ചെയ്യാറുള്ളത്, പുരുഷന്മാരുടേതും വേണ്ട. അപ്പോൾ അതിന് സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് അത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യൽ സുന്നത്താണ്, മുസ്തഹബാണ്, വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇനി മയ്യത്ത് വെക്കുന്ന രീതി, യൂദഉൽ മയ്യിത്തു ഫീ ഖബ്രിഹി ഫിൽ ലഹദി അലാ ജംബിഹി അൽ അയ്മൻ വവജ്ഹു ഇലൽ ഖിബ്ല വറഅസുഹു ഇലാ യമീനിൽ ഖബർ വരിജ്ലാഹു ഇലാ യസാരിൽ ഖബർ വഹാദാ ബിൽ ഇജ്മ. ലഹദിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ലഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ ഇടയിൽ സൈഡിൽ വീണ്ടും ഒരു കുഴി ഉണ്ടാവും, വീണ്ടും ഒരു കുഴി അതിലുണ്ടാകും. അത് വെക്കുന്ന സമയത്ത്, ആ ലഹദിലേക്ക് വെക്കുന്ന സമയത്ത് അല ജംബിഹിൽ ഐമൻ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വലതു ഭാഗത്താണ് ചെരിഞ്ഞ് കിടന്നുറങ്ങാൻ സുന്നത്തായിട്ടുള്ളത്. അപ്പം അതേ രീതിയിലാണ് ആ മയ്യത്തിനെയും ഖബറിലേക്ക് വെക്കുന്നത് എന്നാണ്. ആ മയ്യത്തിനെയും ഖബറിലേക്ക് വെക്കുന്നത് അങ്ങനെയാണ്. വജ്ഹു ഇലൽ ഖിബ്ല, മുഖം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ കിബില ബാക്കിലാണ്, ഒരാൾ തല ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് മുഖം കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഖബറിലേക്ക് വെക്കുന്നത് എന്നാണ്. വറഅസുഹു ഇലാ യമീനിൽ ഖബർ, ഖബറിന്റെ വലതു ഭാഗത്താണ് തല വരിക. വരിജ്ലാഹു ഇലാ യസാരിൽ ഖബർ, കാലുകൾ ഖബറിന്റെ ഇടതു ഭാഗത്താണ് വരിക. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇടതു ഭാഗം അതാണ്. വാദബിൽ ഇജ്മ, ഇത് ഉലമാക്കൾക്ക് ഇജ്മാ ഉള്ള വിഷയമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഖബറിലേക്ക് കടത്തി വെക്കുന്നത്. ആ രൂപത്തിലാണ്, കിബിലയെ അഭിമുഖീകരിക്കുന്ന രൂപത്തിലാണ്. ഇത് പണ്ഡിതന്മാർ ഇതൊരു അത്ഭുതമായിട്ട് പറയുന്നത്. ലോകത്തെവിടെയുള്ള മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യാൻ, അവർ നിസ്കരിക്കുന്ന സമയത്ത് കിബിലയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. അതേപോലെ അവർ ഖബറിൽ കിടത്തുന്ന സമയത്തും അവർ കിബിലയിലേക്കാണ് തിരിഞ്ഞിട്ട് അവരെ കിടത്തുന്നത്. ഏത് ഭാഗത്തുള്ളവരും അത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് കിടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുന്നത് യുസ്തഹബ്ബു അൻ തഹില്ല ഖുയൂത്തുൽ കഫൻ ബഅദ വദ്ഇൽ മയ്യിത്ത് ഫിൽ ലഹദ്. ലഹദിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 3 കെട്ടിടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മയ്യത്ത് അത് കഫൻ ചെയ്യുന്ന സമയത്ത് ആ കെട്ടുകൾ അപ്പോൾ അഴിക്കാവുന്നതാണ് എന്നാണ്. ഇത് 4 മദ്ഹബിലും ഏക അഭിപ്രായമുള്ള വിഷയമാണ്. കാരണം ആ കെട്ടുകളുടെ ആ ഉപകാരം എന്ന് പറയുന്നത്, അത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴും പിന്നീട് അവിടെ ദഫിൻ ചെയ്യുന്ന മറമാടുന്ന സമയം വരെയും ആ തെക്ഫീൻ അത് ഇളകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മയ്യത്തിൻ്റെ വസ്ത്രം അത് ഇളകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കഫം പുടവ ഇളകിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഖബറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസമില്ല, ആ സമയത്തേക്ക് അത് ഇളക്കി വെക്കുക എന്നുള്ളതാണ്. അത് സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്തറുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഒരാൾക്ക് അത് ആ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നീട് പറയുന്നു സുന്നത്തു അൻ യുസദ്ദ ലഹ്ദുൽ ഖബ്രി ബിൽ ലബനി മിന അത്വീനി വഹുവ അഫ്ളൽ മിൻ ഗൈരിഹി. പിന്നീട് ഖബറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലഹദിൽ വെച്ച് കഴിഞ്ഞാൽ ലഹദിനെയും ശേഷമുള്ള ബാക്കിയുള്ള ഭാഗത്തിൻ്റെയും ഇടയിൽ ഒരു മണ്ണ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്ടികയോ മറ്റോ ഒക്കെ കൊണ്ട്, കല്ല് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് പൂർണ്ണമായി അടക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ ഹദീസിൽ നമ്മൾ കണ്ടു, അവിടുത്തെ ഖബർ അങ്ങനെയാണ് ചെയ്തതെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് രോഗമുണ്ടാകുന്ന സമയത്ത്, അത് മരണാസന്നമായി മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇൽഹദു ലി ലഹ്ദൻ, നിങ്ങൾ എനിക്ക് വേണ്ടി ലഹദ് കുഴിക്കണം. വൻസിബു അലയ്യ ലബിന നസ്ബ കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ലഹദ് കുഴിച്ചിട്ട് അതിന് ഒരു കല്ല് കൊണ്ട് അതിന് എന്ത് ചെയ്യണം, അതിനെ മറക്കണം, അതിനെ അടക്കണം. കമാ സുനിഅ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെയ്തതുപോലെ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്ത് ചെയ്യാൻ പറ്റും, ആ രൂപത്തിൽ സഹോദരങ്ങളെ വെക്കും. അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നില്ല, അല്ല യൻസില തുറാബു അലൽ മയ്യിത്ത്, മണ്ണ് നേർക്ക് നേരെ ഖബറിന്റെ മേലെ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ രൂപത്തിലാണ് ഖബറിൽ എന്ത് ചെയ്യേണ്ടത്, കല്ല് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നു സുമ്മ ബഅദ സഫിൽ ലബ്നി അലൽ ലഹ്ദി യബ്ദഉ ദഫ്നു വയുസ്തഹബ്ബു ലിമൻ ഇൻദൽ ഖബ്രി ഹസ്വു തുറാബി മിൻ കുല്ലി ഹാദിൻ സലാസ ഹസയാത്തിൻ ബിയദൈഹി ജമീഅൻ മിൻ ഖിബലി റഅസിൽ മയ്യിത്ത്. പിന്നീട് നമ്മൾ മണ്ണ് എന്ത് ചെയ്യാണ്, ഖബറിലേക്ക് ഇടുകയാണ്. അപ്പോൾ അവിടെ ഹാദറായിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ദഫനിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മണ്ണെടുത്തുകൊണ്ട് ഖബറിലേക്ക് ഇടാം. അവരുടെ 2 കൈകൾ കൊണ്ട് 3 കോരൽ മയ്യത്തിൻ്റെ തലഭാഗത്തേക്ക് ഇടുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലാ ജിനാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു. സുമ്മ അത ഖബ്റൽ മയ്യിത്ത്, പിന്നീട് മയ്യത്തിന്റെ ഖബറിനരികിലേക്ക് വന്നു. ഫഹസ അലൈഹി മിൻ ഖിബലി റഅസിഹി സലാസ, തലഭാഗത്ത് 3 പ്രാവശ്യം കൈകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണ് കൊണ്ട് കോരിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണ്. എന്നാൽ ഇവിടെ പ്രത്യേക പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അല്ലെങ്കിൽ പല നാടുകളിലും പ്രചരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ മണ്ണിടുന്ന സമയത്ത് മിൻഹ ഖലഖ്നാക്കും, രണ്ടാമത്തെ മണ്ണിടുന്ന സമയത്ത് വഫീഹ നുഈദുക്കും, മൂന്നാമത്തെ മണ്ണിടുന്ന സമയത്ത് വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. ഖുർആനിലൊരു ആയത്താണ്, നമ്മളിതിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നമ്മൾ അതിലേക്ക് തന്നെ മടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നല്ല ആശയമാണ്. പക്ഷെ അതവിടെ പറയാൻ
യാതൊരു സുന്നത്തുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടുന്ന് 3 പ്രാവശ്യം മണ്ണിട്ടു എന്നുള്ളതാണ് സ്വഹാബികൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് ഒന്നും പറഞ്ഞതായിട്ട് നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ അത് പറയുക എന്നുള്ളത് ബിദ്അത്താണ് എന്നുള്ളത് പണ്ഡിതന്മാർ എണ്ണീട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒന്നും ചെല്ലേണ്ടതില്ല. മറിച്ച് അവിടെ മണ്ണ് ഇങ്ങനെ കോരിയിടുക, സാവധാനം അവിടെ മണ്ണ് കോരിയിടുക, മറ്റ് സംസാരങ്ങളൊന്നും അവിടെ ആവശ്യമില്ല എന്നാണ്. പിന്നീട് ഖബർ മണ്ണ് അത് എത്രത്തോളം ഉയർത്താൻ പറ്റും, മണ്ണ് ബാക്കിയുള്ള മണ്ണ് അത് കോരി എടുത്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു യുർഫഉൽ ഖബറു അലൽ അർളി ഷിബ്റ, ഭൂമിയിൽ നിന്നും ഒരു ചാണാണ് ഭൂമിയിൽ നിന്നും ഖബർ ഉയർത്തൽ സുന്നത്തായിട്ടുള്ളത് എന്നാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഖബറാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഖബറിന്റെ മേൽ നടന്നു പോകലോ മറ്റൊന്നും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഖബറാണ് തിരിച്ചറിയുന്നതിന് വേണ്ടി, അതേപോലെ അതിന്റെ കുടുംബക്കാർക്ക് ആ ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ, ആ ഖബറിന് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഖബർ സന്ദർശനം നടത്താൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു അടയാളത്തിന് വേണ്ടി മാത്രം അത് ഒരു ചാൺ ഉയർത്താം, അതിനപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയൊക്കെ വളരെ കൃത്യമായി ആ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ ഖബറിൽ നിന്നും എത്രയാണോ കുഴിച്ചെടുത്തത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ അതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് ആ പറഞ്ഞത്? കാരണം അതിനപ്പുറത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരു ചാണിൻ്റെ അപ്പുറത്തേക്ക് ഉയർന്നു പോകും. അപ്പോൾ കൂടി വന്നാൽ ഒരു ചാണ് മാത്രമേ ഖബർ ഭൂമിയിൽ നിന്ന് ഉയർത്തേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. 4 മദ്ഹബുകളിലും ഇത് ഇജ്മാ ഉള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽഹിദ ലഹു ലഹ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദാണ് കുഴിച്ചത്. വനുസിബ അലൈഹി ലബ്ന നസ്ബ, പിന്നീട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇഷ്ടിക വെച്ചു. വറുഫിഅ ഖബ്റുഹു മിനൽ അർളി നഹ്വൻ മിൻ ഷിബ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത്, ഒരു ചാണിനോടം അത്രമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉയർത്തിയിട്ടുള്ളത്. ചില ആളുകളൊക്കെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു ജാറം പോലത്തെ ഒരു കാര്യമൊക്കെ കാണിച്ചു കൊടുക്കും. അതൊരിക്കലും ശരിയല്ല. അല്ലെങ്കിൽ ചിലരെങ്കിലും മസ്ജിദ് നബവിയിൽ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് അവർ തെറ്റിദ്ധരിക്കും, ഈ കാണുന്നത് മൊത്തം ഖബറാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ചുമര് മാത്രമാണ്, അതിന്റെ ഉള്ളിലുള്ള ഗ്രിൽസ് ഉണ്ട്, വേറെ ചുമരുണ്ട്. അങ്ങനെ 3 ചുമരുകൾക്കുള്ളിലാണ് ആയിഷ റളിയല്ലാഹുവിന്റെ വീടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉണ്ടായിട്ടുള്ളത്. അത് അന്ന് കണ്ട ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഈ പറഞ്ഞതുപോലെ വറുഫിയ ഖബ്റുഹു മിനൽ അർളി നഹ്വൻ മിൻ ഷിബ്ർ, അതൊരൊറ്റ ചാണ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് ഉയർത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ സഹാബികളുടേതോ ഒരാളുടേത് പോലും ഒരു ചാണിനപ്പുറത്തേക്ക് ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത് വളരെ ഗൗരവത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്.
സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഖബർ ഭൂമിയിൽ നിന്നും ഒരു ചാണ് മാത്രം ഉയർത്തുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സുന്നത്ത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നീട് അവർ പറയുന്നത് തസ്നീമുൽ ഖബരി അഫ്ളലു മിൻ തസ്തീഹിഹി, ഖബറിന്റെ മുകളിൽ അത് കൂർപ്പിച്ചു വെക്കുക എന്നുള്ളതാണ് അത് പരത്തുന്നതിനേക്കാളും അത് ശ്രേഷ്ഠതയുള്ളത് എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പണ്ഡിതന്മാരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് കൂർപ്പിച്ചു വെക്കുക എന്നുള്ളതാണ്. രണ്ടു ഭാഗത്തുനിന്ന് ഒരുപോലെ ഒരു കോണ് പോലെ ആക്കി വെക്കുക എന്നുള്ളതാണ് അതിൽ സുന്നത്തായിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതിനെ അവർ ഉദ്ധരിച്ചിട്ടുള്ളത് ചില താബിഈങ്ങളിൽ നിന്നും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ടിരുന്നു. അവർ പറഞ്ഞത് അന്നഹു റഅ ഖബ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആ നിലക്ക് കൂർപ്പിച്ച രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അത് മുകളിൽ ഇങ്ങനെ പരത്തിയ രൂപത്തിലല്ല, കൂർപ്പിച്ച രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സഹോദരങ്ങളെ, അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്, അതേപോലെ മുസ്തഹബാണ്. യുസ്തഹബ്ബു അൻ യജ്അല അലാ ഖബ്രിൽ മയ്യിത്തി അലാമത്തു ഷാഖിസ, ആ ഖബർ തിരിച്ചറിയപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കല്ലോ മറ്റോ ഒക്കെ, ഒരു ഖബറാണെന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടി അതിന്റെ തലഭാഗത്ത് ഒരു കല്ലോ മറ്റോ വെക്കുന്നത് അനുവദനീയമാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ, അതേപോലെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ പോലെയുള്ള പല പണ്ഡിതന്മാരും അത് പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് തെളിവായി അവർ ഉദ്ധരിക്കുന്നത് അൽ മുത്തലിബ് ഇബ്നു അബി വാദിഅ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നത് ലമ്മ മാത ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ബിൻ മദ്ഊൻ മരിച്ച സമയത്ത് ഉഖ്രിജ ബിജനാസതിഹി വദുഫിൻ, ജനാസ കൊണ്ടുവന്നത് മറമാടി. ഫഅമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ അയതിഹു ബിഹജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് ഒരു കല്ല് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഫലം യസ്തതി ഹംല, അയാൾക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചത് വലിയൊരു കല്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയും അവിടുന്ന് എന്ത് ചെയ്തിട്ട് ആ കല്ല് എടുത്തു കൊണ്ടുവരികയും ആ കല്ല് അവിടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് അതഅല്ലമു ബിഹാ ഖബ്റ അഖി വഅദ്ഫിനു ഇലൈഹി മൻ മാത മിൻ അഹ്ലി, അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഖബർ, സഹോദരന്റെ ആ ഖബർ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ അവിടെ മറമാടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കല്ലോ മറ്റോ ഒക്കെ തലഭാഗത്ത് വെക്കുന്നത് അത് അനുവദനീയമാണ്, മുസ്തഹബാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, മറമാടി കഴിഞ്ഞാൽ യുസ്തഹബ്ബു ദുആഉ വൽ ഇസ്തിഗ്ഫാറു ലിൽ മയ്യിത്ത് ഇൻദൽ ഫറാഗി മിൻ ദഫ്നി, മറമാടി കഴിഞ്ഞാൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുക, ആ മയ്യിത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് മറമാടി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കും. ഫഖാൽ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം തേടുക. വസലു ലഹു ബിത്തസ്ബീത്, അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഫഇന്നഹു അൽആന യുസ്അൽ, അവനിപ്പോൾ ചോദിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിക്കാം, മയ്യത്തിന് ഖബറിൽ നിന്നും ഉള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കാം, അതേപോലെ ചോദ്യങ്ങളിൽ നിന്നും സബാത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ചോദിക്കാം. അപ്പം അതിന് ആ അർത്ഥത്തിൽ നിന്നും, ഈ ഹദീസിന്റെ അർത്ഥത്തിൽ നിന്നും പിന്നീട് പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ചില വാചകങ്ങളാണ് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അതുപോലെ തന്നെ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ പോലെയുള്ള പ്രാർത്ഥനകൾ അത് നേർക്കുനേരെ സുന്നത്തിൽ വന്നിട്ടുള്ള വാചകങ്ങളല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ടും തസ്ബീത്തിന് വേണ്ടിയിട്ടൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം സംഭവിക്കുന്നതായ ഏത് പ്രാർത്ഥനയും അവിടെ പ്രാർത്ഥിക്കാവുന്നതാണ്, അത് അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അവിടെ പ്രത്യേകം പറയുന്ന കാര്യമുണ്ട്, പണ്ഡിതന്മാർ പറയുന്നത് അത് ജമാഇയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. അത് മറ്റു പല ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളും ആ സമയത്ത് അത് ഒരുമിച്ച് തന്നെ ചൊല്ലുന്നത് കാണാൻ സാധിക്കും. ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ചൊല്ലുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിയായ രീതിയല്ല. മറിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്അ. അതേപോലെയുള്ള പ്രാർത്ഥനകൾ എന്താണോ ആ മയ്യത്തിന് ഉപകരിക്കുന്ന എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. അതിൽ പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്റെ വചനവും ചോദ്യങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള അതിനുള്ള സ്ഥൈര്യവും ഒക്കെ എന്ത് ചെയ്യാം, നമുക്കത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ മാത്രം. അത് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ തൗഹീദുള്ള ആളുകളുടെ ഇടയിൽ പോലും, അഥവാ പൊതുവിൽ ബിദ്അത്തുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും അതിനൊക്കെ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യുന്ന ആളുകളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇത്തരം ഖബറടക്കത്തിന് പോയി കഴിഞ്ഞാൽ അവരും കൂടെ ഒന്നാകെ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആ സമയത്ത് മാറി നിന്നാൽ ആളുകൾ വേറെന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ആളുകളെ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതങ്ങനെ ഒരുമിച്ച് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതല്ല. അവിടുന്ന് ഓരോരുത്തരും ചൊല്ലുക എന്നുള്ളതാണ്
ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ സഹോദരങ്ങളെ, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു ലഫ്ളു ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയാണ് അഭിമുഖീകരിക്കേണ്ടത്. ഒരാൾ പിന്നീട് വന്നിട്ട് ഒരു ഖബർ സന്ദർശനത്തിന് വന്നു, സിയാറത്തിന് വന്നു, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഖബറിലേക്ക് നിന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഖബറിന്റെ അടുത്ത് നിന്ന് കിബിലയിലേക്കാണ് തിരിയേണ്ടത്. ആ സമയത്ത് കൈകൾ ഉയർത്താവുന്നതാണ്, കിബിലയിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്താവുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നുണ്ട്, വയജൂസു റഫ്ഉൽ യദി ഫി ദുആഇ ലഹുമാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, കൈകൾ ഉയർത്താവുന്നതാണ്. ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഖാൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ്? ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു രാത്രി ഞെട്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഫഅർസൽതു ബരീറ ഫി അസരിഹി ലിതൻദുറ ഐന ദഹബ, അവിടെ ബരീറ അടിമസ്ത്രീ ഉണ്ടായിരുന്നു, അവരെ പറഞ്ഞയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി നോക്കുന്നതിന് വേണ്ടിയിട്ട്. അവരങ്ങനെ അന്വേഷിച്ചു പോയി. ഫസലക നഹ്വ ബഖീൽ ഗർഖത്ത്, ബഖീയിലേക്ക്, ആളുകൾ ജന്നത്തുൽ ബഖീ എന്നൊക്കെ പറയാറുണ്ട്, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒരു വാക്കല്ല, ബഖീഉൽ ഗർഖത്ത് എന്നാണ് ഹദീസിലൊക്കെ വന്ന വാക്ക്, ബഖീഉൽ ഗർഖത്ത്. ആ ബഖീയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സഞ്ചരിച്ചു. വഖഫ ഫി അദ്നൽ ബഖീ സുമ്മ റഫഅ യദൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തിയത് അവിടുന്ന് ബഖീന്റെ അങ്ങേയറ്റത്തുണ്ട്, അവിടുന്ന് കൈകൾ ഉയർത്തിയിട്ടുണ്ട്. സുമ്മൻ സറഫ, പിന്നീട് അവിടുന്ന് പിന്തിരിഞ്ഞു. ഫറജഅത് ഇലയ്യ ബരീറ വന്നു. ഫഅഖ്ബറത്നി, ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, അവർ എന്നോട് കാര്യങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഫലമ്മ അസ്ബഹത് സഅൽതുഹു, ഞാൻ രാവിലെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖുൽതു യാ റസൂലല്ലാഹ് ഐന ഖറജ്ത ലൈല, രാത്രി താങ്കൾ എങ്ങോട്ടാണ് പോയത്? അവിടുന്ന് പറഞ്ഞു ബുഇസ്തു ഇലാ അഹ്ലിൽ ബഖീ ലിഉസല്ലി അലൈഹിം, ബഖീൽപ്പെട്ട ആളുകൾക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഖബറിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ കൈകൾ ഉയർത്തി ഖിബ്ലക്ക് നേരെ തിരിയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സഹോദരങ്ങളെ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് 4 കാര്യങ്ങളാണ്. ഒന്ന്, മയ്യത്തിനെ കുളിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ക്രമത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2, അതിനുശേഷം മയ്യത്തിനെ അതിനെ കഫൻ ചെയ്യുന്ന രീതിയാണ്, അതും ക്രമമായി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. 3-മത്തത് മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമാണ്, സലാത്തുൽ ജനാസയാണ്. 4-മത്തത് മയ്യത്തിനെ മറമാടലാണ്. ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഇത് ഏറ്റവും ചുരുക്ക രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനപ്പുറവും ഒരുപാട് ആദാബുകൾ, മയ്യത്തിന് കൊണ്ടുപോകുമ്പോഴുള്ള ആദാബുകൾ മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.